ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തുകളിൽ പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യമാണെന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുകയുണ്ടായി. തുടർന്നുള്ള ആയത്തുകളിൽ നിഷേധികളെ പറ്റിയാണ് അല്ലാഹു അറിയിക്കുന്നത്. أفأمن الذين مكروا السيئات أن يخسف الله بهم الأرض أو يأتيهم العذاب من حيث لا يشعرون. ദുഷിച്ച കുതന്ത്രങ്ങൾ പ്രയോഗിച്ചവർ അള്ളാഹു അവരെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുകയോ അവർ വിചാരിക്കുക പോലും ചെയ്യാത്ത ഭാഗത്തുകൂടി ശിക്ഷ അവരിൽ വരികയോ ചെയ്യുന്നതിൽ നിന്നും നിർഭയരായി കഴിയുകയാണോ? ഔ യഖുദഹും ഫീ തഖല്ലുബിഹിം ഫമാ ഹും ബിമുഅ്ജിസീൻ. അല്ലെങ്കിൽ അവരുടെ യാത്രക്കിടയിൽ അവരെ പിടികൂടുകയില്ലെന്നോ അവർ അള്ളാഹുവിനെ പരാജയപ്പെടുത്തുന്നവരല്ല. ഔ യഖുദഹും അലാ തഖവ്വുഫിൻ ഫഇന്ന റബ്ബകും ലറഊഫുർ റഹീം. അല്ലെങ്കിൽ ഭയത്തിൻ്റെ അവസ്ഥയിൽ അല്പാൽപമായി അള്ളാഹു അവരെ പിടികൂടുകയില്ലെന്നോ അവർ സമാധാനിച്ചു കഴിയുകയാണോ? എന്നാൽ നിങ്ങളുടെ നാഥൻ വലിയ കൃപ ഉള്ളവനും കാരുണ്യമുള്ളവനുമാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ വലിയ കരുണയെ അറിയിച്ചിരിക്കുകയാണ്. അഥവാ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന ആളുകൾ, അവരുടെ ഈ പ്രവർത്തനം കാരണമായി അള്ളാഹുവിൻ്റെ ശിക്ഷ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് വിചാരിക്കേണ്ട. എന്തുകൊണ്ട് അള്ളാഹു അവരെ ശിക്ഷിക്കുന്നില്ല? എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ അവർക്ക് വരുന്നില്ല? അവർ ഇങ്ങനെയെല്ലാം പാപങ്ങൾ ചെയ്തിട്ടും അവർക്ക് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ലല്ലോ എന്നൊരിക്കലും വിചാരിക്കേണ്ടതില്ല. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനും നിങ്ങളെ പ്രയാസപ്പെടുത്താനും നിങ്ങളെ ഭൂമിയിലോട്ട് ആഴ്ത്തിക്കളയാനും നിങ്ങളുടെ മേൽ ശിക്ഷ ഇറക്കാനും യാത്രകൾക്കിടയിൽ നിങ്ങൾക്ക് അപകടങ്ങൾ വരുത്താനും നിങ്ങൾക്ക് രോഗങ്ങൾ പോലെയുള്ള ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ വരുത്താനും ഇതെല്ലാം അള്ളാഹുവിന് സാധിക്കുന്നതാണ്. ഇങ്ങനെയെല്ലാം വരുത്തുക എന്നുള്ളത് അള്ളാഹുവിന് പ്രയാസമുള്ള കാര്യവുമല്ല. നേരെ മറിച്ച് മുൻകഴിഞ്ഞ സമുദായങ്ങളിലോട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെ പല രീതിയിലും അവരുടെ മേൽ ശിക്ഷയും പരീക്ഷണങ്ങളും ഇറങ്ങിയതായി ചരിത്രം കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ, മോശമായ രീതിയിൽ ജീവിക്കുന്ന ആളുകൾ എൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിർഭയരായി കഴിയേണ്ടതില്ല. തീർച്ചയായും ഇങ്ങനെയെല്ലാം ശിക്ഷിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. എന്നിട്ടും നിങ്ങളുടെ പാപങ്ങളെ അള്ളാഹു കണ്ണടച്ചു വിടുകയും ദുനിയാവിൽ നിങ്ങൾക്ക് പൊടുന്നനെ നിങ്ങൾ പാപം ചെയ്ത് ഉടനെ തന്നെ ശിക്ഷ നൽകിക്കൊണ്ട് നിങ്ങളെ നശിപ്പിക്കുകയും ചെയ്യാത്തത് അള്ളാഹുവിൻ്റെ കരുണ കൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കരുണ കാരണം നിങ്ങൾക്ക് അള്ളാഹു അല്പം അവധി നൽകുകയാണ്. നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി ഈ പാപകർമ്മങ്ങളിൽ നിന്നും വിട്ട് പിന്മാറാൻ വേണ്ടിയും നിങ്ങൾ കാര്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയും നിങ്ങൾക്ക് അള്ളാഹു അവധി നൽകുകയാണ്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അള്ളാഹു അറിയിച്ച കാര്യമാണ്. ഉടനെ അള്ളാഹു ആരെയും ശിക്ഷിച്ചിട്ടില്ല. മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ അവസ്ഥ നോക്കുകയാണെങ്കിലും അവർക്ക് ചിന്തിക്കാനും മാറാനും പശ്ചാത്തപിക്കാനും സമയം അള്ളാഹു നൽകിയിട്ടുണ്ട്. അങ്ങനെ സമയം നൽകിയിട്ടും മോശമായ പ്രവർത്തനങ്ങളിൽ തന്നെ ജീവിക്കുന്ന ആളുകൾ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകിയിട്ടും അവർ മാറാത്തതുകൊണ്ട് അവരുടെ മേൽ ശിക്ഷ ഇറക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾക്ക് ഉടനെ ശിക്ഷ നൽകാത്തത് അള്ളാഹു അശ്രദ്ധനായതുകൊണ്ടോ നിങ്ങളെ ശിക്ഷിക്കാനുള്ള കഴിവ് അള്ളാഹുവിന് ഇല്ലാത്തതുകൊണ്ടോ നിങ്ങളുടെ പ്രവൃത്തിയിൽ അള്ളാഹു തൃപ്തിപ്പെട്ടതുകൊണ്ടോ അല്ല. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ വാത്സല്യവും കരുണയും കാരണം നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാനുള്ള അവസരം അള്ളാഹു നൽകുകയാണ്. അതുകൊണ്ട് പാപകർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ടാവുമെന്ന കാര്യം നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക. തീർച്ചയായും പാപങ്ങൾ ചെയ്യുന്ന ആളുകളുടെ അന്തിമം മോശമായിരിക്കും. എത്ര നല്ല രീതിയിൽ ദുന്യാവ് ജീവിക്കുകയാണെങ്കിലും അന്തിമ സമയം അവർ ഏറ്റവും വലിയ പ്രയാസത്തിലായിരിക്കുമെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ദുന്യാവിലെ ജീവിതം എന്നുള്ളത് വളരെ ചെറിയ കാല ജീവിതം മാത്രമാണ്. പരലോകത്ത് കാലാകാലം ജീവിക്കാനുള്ളതാണ്. പരലോകത്തെ ജീവിതവുമായി ദുന്യാവിനെ വെച്ച് നോക്കുമ്പോൾ ദുന്യാവിലെ ജീവിതം വളരെ കുറച്ചാണ്. കാരണം പരലോകത്തെ ജീവിതം അന്ത്യമില്ലാത്ത ജീവിതമാണ്. അവിടെ മരണമില്ല, അവിടെ അവസാനമില്ല. എന്നാൽ ദുന്യാവിലെ ജീവിതം എന്നുള്ളത് 60, 70, 80
ചിലപ്പോൾ അതിനേക്കാൾ കുറവ്, ചിലപ്പോൾ അതിനേക്കാൾ അല്പം കൂടുതൽ. ഈ രീതിയിലാണ് ദുനിയാവിലെ ജീവിതത്തിൻ്റെ കണക്ക് എന്നുള്ളത്. അതിനേക്കാൾ കൂടുതലൊന്നും ആരും ജീവിക്കുന്നതല്ല. അപ്പം ദുനിയാവിലെ ജീവിതത്തിന് ഒരു കണക്കുണ്ട്. ആ ഒരു കണക്കിന് അപ്പുറം ആരും ജീവിക്കുന്നതല്ല. എല്ലാവരും ഒരു ദിവസം ദുനിയാവിൽ നിന്നും വിട പറയേണ്ടവരാണ്. അതുകൊണ്ട് ദുനിയാവിലെ സുഖങ്ങൾ, രസങ്ങൾ അതെല്ലാം താൽക്കാലികമാണ്. അതെല്ലാം ഏതാനും വർഷങ്ങളിലോട്ടുള്ളതാണ്. ഒരിക്കലും കാലാകാലം നമുക്കുള്ള സന്തോഷവും സുഖവും സമാധാനവും അല്ല ദുനിയാവിലെ സുഖസന്തോഷങ്ങൾ. അതെല്ലാം താൽക്കാലികമാണ്. ചില സെക്കൻഡുകളോ മിനിറ്റുകളോ ദിവസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ മാത്രമാണ് ഈ സുഖങ്ങളും സൗകര്യങ്ങളും നമ്മളോടൊപ്പം ഉണ്ടാവുക. ഒന്നെങ്കിൽ മരണത്തിന് മുമ്പ് തന്നെ ഇതെല്ലാം നമ്മളിൽ നിന്നും വിട്ടുപോകും, അല്ലെങ്കിൽ മരണത്തോടുകൂടി ഇതിനെയെല്ലാം നാം ഉപേക്ഷിക്കേണ്ടി വരുന്നതാണ്. അതെല്ലാം അനന്തരാവകാശികളിലോട്ടായിത്തീരും. അപ്പം ആരും ഒരിക്കലും ദുനിയാവിൽ കാലാകാലം ജീവിക്കുന്നതല്ല. ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും കാലാകാലം ഉണ്ടാവുന്നതല്ല. നേരെ മറിച്ച് യഥാർത്ഥ വിജയ പരാജയം എന്നുള്ളത് അന്തിമ സമയത്തുള്ള വിജയവും പരാജയവുമാണ്. ദുനിയാവിൽ നിന്നും കണ്ണടയുന്നതോടുകൂടി ബർസഖിയായ ലോകം, പരലോകം ആരംഭിക്കുകയാണ്. അപ്പോൾ തൊട്ടുള്ള വിജയമാണ് യഥാർത്ഥ വിജയമെന്നുള്ളത്. കാരണം ദുനിയാവിൽ നഷ്ടമുണ്ടായാൽ ആ നഷ്ടം നികത്താൻ സാധിക്കും. ദുനിയാവിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ആ ബുദ്ധിമുട്ടിനെ മാറ്റി സന്തോഷ അവസ്ഥ വരുന്നതാണ്. ദുനിയാവിൽ ഒരിക്കലും എല്ലാ സമയത്തും ബുദ്ധിമുട്ടാവില്ല, അവസ്ഥകൾ മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ പരലോക അവസ്ഥ അങ്ങനെയല്ല. പരലോകത്ത് പരാജയപ്പെടുകയാണെങ്കിൽ കാലാകാലം അവൻ പരാജയത്തിലാണ്. അവിടെ പിന്നെ വിജയത്തിൻ്റെ അവസരമില്ല. പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ എല്ലാ നിഷേധികളും പാപങ്ങൾ ചെയ്തവരും അള്ളാഹുവിനോട് ചോദിക്കുന്നതാണ്, അള്ളാഹുവെ അല്പസമയം നൽകുക, ഞാൻ ദുനിയാവിൽ പോയി നന്നായിട്ട് തിരിച്ചു വരാം. തിരിച്ചവരോട് പറയപ്പെടും, നിങ്ങൾക്ക് അവസരം നൽകപ്പെട്ടു, ആ അവസരത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയില്ല, അതുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ച് നിങ്ങൾക്ക് ദുനിയാവിലോട്ട് മടങ്ങിപ്പോവാൻ അവസരം ലഭിക്കുന്നതല്ല. മരണത്തോടുകൂടി നിങ്ങളുടെ അവസരം അവസാനിച്ചു. ഇനി നിങ്ങൾ ദുനിയാവിൽ ചെയ്ത കർമ്മങ്ങൾക്കുള്ള ഫലമാണ് ഇവിടെ ലഭിക്കുക എന്ന് അവരോട് പറയപ്പെടുന്നതാണ്. പരലോകത്ത് വിജയമാണെങ്കിൽ കാലാകാല വിജയവുമാണ്. അതുകൊണ്ട് യഥാർത്ഥ വിജയ പരാജയം എന്നുള്ളത് പരലോകത്തെ വിജയവും പരാജയവുമാണ്. അതുകൊണ്ട് ഈ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ദുനിയാവിൽ പാപകർമ്മങ്ങൾ ചെയ്യുമ്പോഴും മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ഉടനെ അള്ളാഹുവിൻ്റെ ശിക്ഷ വരാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്നാരും വിചാരിക്കാൻ പാടില്ല. നേരെ മറിച്ച് ആ പാപങ്ങൾ കാരണമായി വലിയ നഷ്ടങ്ങളാണ് നമുക്കുണ്ടാവുക എന്ന കാര്യം ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ടതുണ്ട്. പാപങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു ശിക്ഷ ഇറക്കാതെ അവസരം നൽകുന്നത് തൗബ ചെയ്യാനും പശ്ചാത്തപിക്കാനുമാണ് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആ അവസരത്തെ മുതലാക്കാൻ ഓരോ വിശ്വാസിക്കും സാധിക്കണം. അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ പിടുത്തം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ആർക്കും ആരെയും രക്ഷപ്പെടുത്താൻ സാധിക്കുന്നതല്ല. അള്ളാഹു ഒരാൾക്ക് നഷ്ടമുണ്ടാകണമെന്ന് വിചാരിച്ചാൽ ലോകത്ത് ആരെല്ലാം ഒരുമിച്ച് കൂടിയാലും അവൻ ലാഭമുണ്ടാക്കാൻ സാധിക്കുന്നതല്ല. അള്ളാഹു ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകണമെന്ന് വിചാരിച്ചാൽ ലോകത്ത് ആരെല്ലാം ശ്രമിച്ചാലും അവൻ്റെ ആ ബുദ്ധിമുട്ടിനെ മാറ്റാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നുമുള്ള ശിക്ഷ ദുനിയാവിൽ വരുന്നതിന് മുമ്പായി നന്നാവാനായി തയ്യാറാവണം. നന്മ മനസ്സിലാക്കാനും തിന്മകളിൽ നിന്നും പശ്ചാത്തപിക്കാനും തയ്യാറാവണമെന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.